കഴിഞ്ഞതിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. എന്ത് എഫ് ഫ്രം എക്സ് ടു വൈ ആയിട്ടുള്ള എല്ലാ ലീനിയർ ബൗണ്ടറി മാപ്പുകളുടെയും കളക്ഷൻ ഒരു ബനാക് സ്പേസ് ആവുമെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. ആ വൈയിൽ തന്നെ പർട്ടിക്കുലർലി കെ എടുക്കുന്ന ആളാണ് അത് എക്സ് സ്റ്റാർ എന്ന് പറയണത്. ആ എടുക്കുന്ന കെ എന്ന് പറയുന്നത് ആർ ഓർ സി ആയിരിക്കും അല്ലേ. അതായത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷണൽസിൻ്റെ സ്പേസ് ആയിട്ടുള്ള എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും ബനാക്ക് ആണെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കുന്ന പ്രകാരം അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം എക്സ് ടു കെ ആണ്. അതായത് അവിടുത്തെ വൈക്ക് പകരം കെ അല്ലേ. കെ എപ്പോഴും ബനാക്ക് സ്പേസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, എക്സ് സ്റ്റാർ എപ്പോഴും എന്തായിരിക്കും ബൈ യൂസിങ് ദ തിയറം എന്താണെന്ന് പറയാൻ പറ്റും, അതൊരു ബനാക്ക് സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, വൺ വെയിറ്റേജിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സിമിലർലി എക്സ് ആൻഡ് വൈ ആൻഡ് സെറ്റ് ബി ബനാക്ക് സ്പേസസ്. എ ഫ്രം എൽ ടു എക്സ് എന്ന് വൈയിലോട്ട്, ബി ഫ്രം വൈ എന്ന് സെറ്റിലോട്ട്. അങ്ങനെയാണെങ്കിൽ ബി എ കോമ്പോസിഷൻ എടുക്കുമ്പോൾ ലെസ് താൻ ഈക്വൽ നോം ബിൻ്റെ നോം എന്ന് കാണിക്കുകയാണ്. ഓക്കെ, സെയിം പരിപാടി ചെയ്യുന്നുള്ളൂ. നമുക്കറിയാവുന്ന നോക്കാം. എ ഓഫ് എക്സ് എ എക്സ് എന്ന് വൈയിലോട്ടാണ്. ദറ്റ് മീൻസ് നോം ഓഫ് എ ഓഫ് എക്സ് ലെസ് താൻ ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നോം എക്സ് ആണ്. അതുപോലെ ബിയുടെ കാര്യത്തിലും സം കോൺസ്റ്റൻറ്റ് നോം വൈ ആണ്. സോ രണ്ടും ഒരുമിച്ച് എഴുതുമ്പോൾ രണ്ടിലും നോമിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, ബി എ ഓഫ് എക്സ് കോമ വൈ എടുത്താൽ ലീനിയാരിറ്റിക്ക് ഒന്നും കുഴപ്പമുണ്ടാവില്ല, എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യും. സോ ബി എ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററാണ്. കോമ്പോസിഷൻ എടുത്താലും ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആയിട്ടുള്ളത് മനസ്സിലായി അല്ലേ. ഓക്കെ, നോം ബി ഓഫ് എക്സ് ലീനിയർ ആണ്. ഇവിടുത്തെ പ്രകാരം സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സി എന്നുള്ള കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നോം ബി എ ലെസ് ആയിക്കൽ നോം ബിന് നോം എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം നോം ബി ഓഫ് എക്സ് ലെസ് ആയിക്കൽ ടു ബി ഓഫ് നോം ഓഫ് എ ഓഫ് എക്സ് ആണ്. പക്ഷേ നോം ഓഫ് എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നോം എ ഇൻറ്റു നോം എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. നോം എക്സ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് നോം സുപ്രീം എടുക്കുമ്പോൾ എടുക്കുക. ദറ്റ് മീൻസ് നോം ഓഫ് ബി എന്ന് പറഞ്ഞാൽ ലെസ് ആയിക്കൽ നോം ബിന് നോം എ ആണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത്. അടുത്തതിന് എക്സാമ്പിൾസ് ഓഫ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയി പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ച് പോകണേ ഉള്ളൂ. ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസിൽ അത്ര വലിയ സ്ട്രെസ് ഉണ്ടാവില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, സി ഓഫ് ക്ലോസ് ഇൻറ്റു 0 എ എഫ് ഡിഫൈൻ ചെയ്യേണ്ടത് ക്ലോസ് 0,1 കെ ഓഫ് ടി കോമ ടോ എഫ് ഓഫ് ടോ ഡി ടോ എന്നുള്ള രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലീനിയർ ആണ്. ജസ്റ്റ് ടോ എടുക്കുന്നു, സി എ ടോൻ്റെ കൂടെ സി എഫിന് പകരം എഫ് പ്ലസ് ജി എടുക്കുന്നു. ജസ്റ്റ് സാധാരണ രീതിയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലീനിയാരിറ്റി യൂസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇനി സുപ്രീം എടുക്കുമ്പോൾ മാക്സിമം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫംഗ്ഷൻ എപ്പോഴും ഉണ്ടാവും, അബ്സലൂട്ട് മാക്സിമം ഉണ്ടാവും. ദറ്റ് ഈസ് അബ്സലൂട്ട് മാക്സിമം ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അബ്സലൂട്ട് മാക്സിമം എടുത്ത് പുറത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സുപ്രീം എടുക്കുമ്പോൾ മാക്സിമം ടീൻ്റെ ഫംഗ്ഷൻ്റെ മാക്സിമം പ്ലസ് ഇൻറ്റഗ്രേഷൻ്റെ മാക്സിമം എന്ന രീതിയിൽ വരും. ദറ്റ് മീൻസ് നമുക്ക് വേണ്ട കണ്ടീഷൻസിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും ഓൺ എ ക്ലോസ് ഇൻ്റർവെൽ അല്ലെങ്കിൽ എവിടെ വെച്ചാൽ കോമ്പാക്ട് സെറ്റിൽ എപ്പോഴും ബൗണ്ടറി ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യണത്. സോ ലീനിയർ ആണെന്നുള്ള കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു. അതാണ് ഇവിടെ എല്ലാം പ്രൂവ് ചെയ്തിട്ടില്ല. സോ എക്സാമ്പിൾസ് നമ്മൾ വലിയ സ്ട്രെസ് കൊടുക്കുന്നില്ല, ബാക്കി കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾസ് ഓടിച്ച് വായിച്ച് നോക്കുക. എക്സാമ്പിൾസ് ബാക്കിയുള്ള അങ്ങോട്ടുള്ള തിയറംസും കാര്യങ്ങളും നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എൽ ടു സ്പേസിനകത്തൊരു ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഫ്രം എൽ ടു ടു എൽ ടു ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് എ വൺ എ ടു എക്സ്. നമ്മൾ നേരത്തെ ഇതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഫസ്റ്റ് ടേമിന് ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 0 കൊടുത്തിട്ട് 0 A1 A2 A3 എക്സെട്ര എ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഈ ഷിഫ്റ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് ലീനിയർ ആണ്. സ്കാലേഴ്സ് എടുത്ത് ചെയ്താലും വിരോധമൊന്നും ഉണ്ടാവില്ല. സ്കാലേഴ്സ് എടുക്കുമ്പോൾ സി ഇൻറ്റു A1 A2 എക്സെട്ര എൻ പ്ലസ് B1 B2 Bn ആയി വരും. സോ ദറ്റ് ഈസ് ടി ഓഫ് CA1 B1 CA2 B2 എക്സെട്ര ആയി വരും. ചെയ്ത് കഴിഞ്ഞാൽ 0 ഷിഫ്റ്റ് കൊടുത്താൽ 0 CA1 B1 CA2 B2 എക്സെട്ര ആയി മാറും. അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദറ്റ് മീൻസ് നമുക്ക് വേണ്ട സി ഇൻറ്റു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആയിരിക്കും. ഇതിൻ്റെ നോം എടുത്തു കഴിഞ്ഞാലും ഒരു ടേം 0 ആണെന്നേ ഉള്ളൂ. സോ സെയിം എന്താണോ എല്ലാത്തിൻ്റെയും ടേമുകളുടെ സം എടുത്ത് സ്ക്വയർ ആവും. നമ്മൾ ഇന്ന പ്രൊഡക്റ്റ് സ്പേസിനാണ് ചെയ്യുന്നതുകൊണ്ട് നോം ടു ഇവിടെ നോം ടു അതുകൊണ്ടാണ് യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ ഇത് ബൗണ്ടറാണ്, ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് കിട്ടി. ഇനി നോം എടുത്ത് എന്ത് വരും, നോം ഓഫ് ടി ഓഫ് എക്സ് ഈക്വൽ ടു നോം എക്സ് സെയിം തന്നെയാണ് വരാൻ പോകുന്നത്. ദറ്റ് മീൻസ് നോം എന്താണോ അതിൻ്റെ 1 ആണ് ടേം. അപ്പോൾ നോം ടി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. കാരണം സുപ്രീം എടുക്കുമ്പോൾ നമ്മൾ നോം എക്സ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിലാണ് വേരിയേഷൻ എടുക്കുന്നുണ്ടാവുക. ഓക്കെ,
ഇതിൽ പർട്ടിക്കുലർലി മെട്രിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അത് എ ഈക്വൽ ടു നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആ ഇൻഫൈനൈറ്റ് ആയ മെട്രിക്സ് എപ്പോഴും ഒരു ബൗണ്ടറി ഓപ്പറേറ്റർ ആവാമെന്ന് പറയുകയാണ്. സോ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പരീക്ഷയ്ക്കൊന്നും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ലെറ്റ് കെ സ്ക്വയർ ഈക്വൽ സമ്മേഷൻ ഐ ഈക്വൽ ടു ജെ ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ആൽഫ ഐ ജെ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള ഇതിൽ വന്നാൽ മാത്രമേ അത് ബൗണ്ടറി ഓപ്പറേറ്റർ ആവുള്ളൂ എന്നാണ് അതിൽ പറയുന്നത് വയ്ക്കുന്നത്. ഓടിച്ച് പറയാം. എ ഫ്രം എൽ ടു ഹാസ് എ ഓഫ് എക്സ് ഈക്വൾ ടു ബി ഐ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ബി ഐ ഈക്വൾ ടു B1 B2 B3 എക്സെട്ര ആണ്. ദറ്റ് മീൻസ് ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എ എന്ന് പറയുന്നൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു റോ മെട്രിക്സ് ആണ് എടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ബി ഐ ഈക്വൾ ടു ആൽഫമേഷൻ ജെ ഈക്വൾ ടു ഇൻഫിനിറ്റി ആൽഫ ഐ ജെ എക്സ് ഐ. അതായത് ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്തിട്ട് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. എക്സ് എലമെൻറ്റ് ഓഫ് L2 ആണ്. നോം ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് അതിൻ്റെ. നോം ഓഫ് എ ഓഫ് എക്സ് പറഞ്ഞാൽ നോം ഓഫ് ബി ഐ സ്ക്വയർ ആണ്. സോ സ്ക്വയർ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ഇവിടെ ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഉപയോഗിച്ചു. സമ്മേഷൻ ജെ ഈക്വൽ ടു ഇൻഫിനിറ്റി ആൽഫ ഐ ജെ എക്സ് ഐ ജെ പകരം ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഉപയോഗിച്ചത്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ ചെയ്തപ്പോൾ അതെനിക്ക് തോന്നുന്നത് കോളം മെട്രിക്സ് ആയാലാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക. ജസ്റ്റ് റോ മെട്രിക്സ് ആണ് ഇതിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ അത് കോളം മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി മൾട്ടിപ്ലൈ ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തു. ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതിന് വരെ കെ എന്നുള്ള വാല്യൂ കൊടുത്തു. ഇയാൾക്ക് കെ എന്നുള്ള വാല്യൂ കൊടുത്തു. ഇയാളെ നോം എക്സ് സ്ക്വയർ കൊടുത്തു. ഓക്കെ. സോ വെൽ ഡിഫൈൻഡ് ആണ്. അത് ബൗണ്ടർ ആണെന്നുള്ളത് ഇവിടുന്ന് കിട്ടി. എക്സും വൈയും കൊടുത്തു കഴിഞ്ഞാൽ ലീനിയാരിറ്റിയും മാപ്പിങ്ങിൻ്റെ ലീനിയാരിറ്റിയും ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ആൽഫ ഐ ജെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ എൻട്രീസ് വന്ന ഡീവൽ മെട്രിക്സ് L2 ആവണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ സമ്മേഷൻ ജെ ഇൻഫിനിറ്റി ആ ആൽഫ ജെ സ്ക്വയർ, അതായത് ഓരോ കൊയിഫിഷ്യൻസിൻ്റെയും മെട്രിക്സിലെ കൊയിഫിഷ്യൻസിൻ്റെയും മോഡുലസിൻ്റെ സമ്മേഷൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയാലാണ് എന്തായി മാറുക, അതൊരു ആ മെട്രിക്സ് ഒരു L2 ബൗണ്ടറി ഓപ്പറേറ്ററായി മാറുക. ഓക്കെ. ഫൈനൽ ഡയമെൻഷൻ കേസിലല്ല, ഇൻഫിനിറ്റ് ഡയമെൻഷൻ കേസിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് എടുത്തിട്ടുണ്ട്. അത് എടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസ് നമ്മളാവുന്നതാണ് അതിൻ്റെ ഓർത്തോനോമൽ ബേസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുക. ഓർത്തോനോമൽ ബേസ് വരുന്ന രീതിയിൽ എടുക്കുമ്പോൾ മെട്രിക്സിലെ പർട്ടിക്കുലർ ഓപ്പറേറ്ററിന് വേറെ എന്തെങ്കിലും രൂപം ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് നിങ്ങൾക്ക് സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എക്സ് ഇ എന്ന് എഴുതാൻ പറ്റും. സോ എ ഓഫ് എക്സ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് രൂപത്തിൽ മാറ്റാൻ പറ്റും. ഓക്കെ. എ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആണ്. എഫ് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആയതുകൊണ്ട് അതിനെ എങ്ങനെ എഴുതാം, എ ഓഫ് എക്സ് എന്ന് പറഞ്ഞ എച്ചിലെ എലമെൻറ്റ് എക്സിലെ എല്ലാ എലമെൻറ്റും നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സിലെ എല്ലാ എലമെൻറ്റിൻ്റെയും ഇ ഐകളുടെ സ്പാൻ ആയിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എ ഓഫ് എക്സിനെ അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എ ഓഫ് എക്സ് ഇ ഐ ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ നമുക്കറിയാം എ ഓഫ് എക്സ് ഈക്വൽ ടു എന്താ, എ ഓഫ് സമ്മേഷൻ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എക്സ് ഇ ഐ ആണ്. അതിനെ ഉള്ളിക്കെടുത്ത് കഴിഞ്ഞാൽ എന്തായി മാറും, സമ്മേഷൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എക്സ് എ ഓഫ് ഇ ഐ ആയി മാറും. കണ്ടിന്യൂറ്റിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി മാറും 3 into സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ഓഫ് എക്സ് ഈക്വൽ ടു ആരാ, സമ്മേഷൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. അത് എ ഓഫ് എക്സിന് വരെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ ഈക്വൽ ടു 1 to സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഇന്നപ്പോഴത്തെ എക്സ് ഇ ജെ എ ഓഫ് ഇ ജെ ഇ ഐ. ഓക്കെ. അവിടെ മെട്രിക്സിൽ എഴുതിയിട്ടുള്ളത് ക്ലിയർ ആയിട്ടല്ല കിടക്കുന്നത്. എനിക്ക് സെൻഡ് ചെയ്തിട്ടുള്ളതിലാണോ കുറവായിട്ടുള്ളത് എനിക്കറിയില്ല, നോക്കണം നിങ്ങൾ എന്തായാലും. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ അവസാനത്തെ കാര്യം അറിയുമ്പോൾ മെട്രിക്സിൻ്റെ ഒന്നും അങ്ങനെ ചോദിക്കണമെന്നില്ല. ഈ അവസാനത്തെ ഐഡിയ മാത്രം മനസ്സിലാക്കാൻ മതി. ഈ എ ഐ ജെ എന്ന് പറഞ്ഞ ടേം ഇതിനകത്ത് ഇരിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഇന്ന പ്രൊഡക്റ്റ് എ ഇ ജെ ഇ ഐ ഈക്വൽ ടു എ ഐ ജെ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കാൻ പോകുന്നത്. ഓക്കെ. എ ഈക്വൽ ടു എ ഐ ജെ ആണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് എ ഇ ജെ ഇ ഐ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ മെട്രിക്സ് വരാൻ പോകുന്നത്. അതായത് ഒരു എൻട്രി എ ഐ ജെ എന്ന് പറഞ്ഞ ആളുടെ കറസ്പോണ്ടിങ് എൻട്രി ഇങ്ങനെ ഇരിക്കണത് എ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ടു ലുക്ക് ലൈക്ക് എ ഇ പ്രൊഡക്റ്റ് എ ഇ ജെ ഇ ഐ ആണ്. ഓക്കെ. കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. എ ലീനിയർ ഓപ്പറേറ്റർ എ ഫ്രം എക്സ് ടു വൈ ഈസ് കാൾഡ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ if and only if there is a bounded sequence x an element of x such that a of x has a converging subsequence, has a Cauchy subsequence. ഓക്കെ. എന്താ ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്, ഒരു ലീനിയർ സ്പേസിൽ എ ഫ്രം എക്സ് ടു വൈ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവണമെങ്കിൽ എന്ത് വേണം, ഏത് ബൗണ്ടഡ് സീക്വൻസ് എക്സിലെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇമേജ് സെറ്റിൻ്റെ കളക്ഷന്
എന്തുണ്ടാവണം, ഒരു കോഷി സബ്സീക്വൻസ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ ഇസ് എ കോമ്പാക്ട് ഓപ്പറേറ്റർ മസ്റ്റ് ബി ബൗണ്ടഡ്. ഓക്കെ, ആദ്യം പറയാൻ പോകുന്നത് എല്ലാ കോമ്പാക്ട് ഓപ്പറേറ്ററും ബൗണ്ടറാണെന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല, എല്ലാ ബൗണ്ടർ ഓപ്പറേറ്റർ എന്താവണമെന്നില്ല, കോമ്പാക്ട് ആവണമെന്നില്ല നമ്മൾ കാണിക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് എ ബി എ കോമ്പാക്ട് ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ. കോമ്പാക്ട് ഓപ്പറേറ്റർ ആയതുകൊണ്ട് സംഭവിച്ചു എവരി ബൗണ്ടഡ് സീക്വൻസ് എക്സ് ഇൻ എക്സ് ഹാസ് എ sequence A of x n has a Cauchy subsequence. We have to prove that there is a C greater than 0 such that norm of A of x less than equal to C into norm x. അതാണല്ലോ നമ്മുടെ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യണം നമുക്ക്. സപ്പോസ് എ ഇസ് നോട്ട് ബൗണ്ടഡ്. സോ എ ബൗണ്ടർ അല്ലാന്ന് എടുത്തിട്ട് നമ്മൾ കോൺട്രഡിക്ഷൻ കാണിക്കാൻ പോവാണ്. എന്തിനാണ് കോൺട്രഡിക്ഷൻ കാണിക്കുക? എൻ്റെ കോമ്പാക്ട്നെസ്സിൻ്റെ ഡെഫിനിഷൻ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്നാണ് കാണിക്കാൻ പോകുന്നത്. Let C greater than 0 there is x element of x such that norm of A of x greater than C norm x. എന്താ ബൗണ്ടർ അല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നോം ഓഫ് എ ഓഫ് എക്സ് ഏത് എക്സ് പർട്ടിക്കുലർ എക്സ് എടുത്താലും എ ഓഫ് എക്സിനെ ബൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അർത്ഥം. ഏത് എന്നേക്കാളും വലുതായിട്ടൊരു എക്സ് വൺ കണ്ടുപിടിക്കാൻ പറ്റും. നോം ഓഫ് എ ഓഫ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ 1, നോം ഓഫ് എ ഓഫ് എക്സ് ടു ഗ്രേറ്റർ ദാൻ 2, നോം ഓഫ് എ ഓഫ് എക്സ് 3 ഗ്രേറ്റർ ദാൻ 3. അങ്ങനെ ഇത് ചൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് എക്സ് ആൻഡ് സച്ച് ദാറ്റ് എങ്ങനെ ഉണ്ടാവും? നോം ഓഫ് എ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ഇൻറ്റു നോം എക്സ് എന്ന രീതിയിൽ എടുക്കാൻ പറ്റും. സോ നോം എക്സ് ലെസ് ദാൻ എ ഓഫ് എക്സ് എൻ ബൈ എൻ ആണ്. ദാറ്റ് മീൻസ് എക്സ് എൻ വൺ ലെസ് ദാൻ കെ ആണ്. ദാറ്റ് മീൻസ് എക്സ് എന്താ? എക്സ് എൻ ബൗണ്ടറാണ്. ഈ സെലക്ഷൻ പ്രകാരം ഈ പർട്ടിക്കുലർ എക്സ് എൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൗണ്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? കെ കൊണ്ട് ബൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ് എൻ ബൗണ്ടറാണെങ്കിൽ എന്ത് വേണം? എ ഓഫ് എക്സ് എൻ എന്ന് ഒരു കോമ്പാക്റ്റ് ആയതുകൊണ്ട് എ ഓഫ് എക്സ് എൻ ഒരു കൺവേർജിങ് കോഷി സബ്സീക്വൻസ് വേണം അല്ലേ? പക്ഷേ എ ഓഫ് എക്സ് എന്താ പറയുക? എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ഓഫ് എക്സ് എൻ ബൈ നോം എക്സ് എൻ ആണ് അല്ലേ? പക്ഷേ എ ഓഫ് എക്സ് എൻ ബൈ നോം എക്സ് എൻ സംഭവിക്കും. ഇതിന് യു എൻ എന്നുള്ള പേര് കൊടുത്ത് എക്സ് എൻ ബൈ നോം എക്സ് എൻ യു എൻ എന്നുള്ള പേര് കൊടുത്താൽ നോം യു എൻ ഈക്വൽ 1 ആണ്. പക്ഷേ അതിനെന്തില്ല? ഒരു കോഷി സബ്സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ എൻ എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. സോ ഈ പർട്ടിക്കുലർ എ ഓഫ് യു എൻ ഒരിക്കലും എന്തുണ്ടാവില്ല? ഒരു കോഷി സബ്സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എന്തിന് കോൺട്രഡിക്ഷനായി? എയുടെ കോമ്പാക്ട്നെസ്സിന് കോൺട്രഡിക്ഷനായി. ദാറ്റ് മീൻസ് നമ്മളെടുത്ത അസംഷൻ റോങ് ആണ്. എന്ത്? എ എന്ന് പറയുന്നത് എന്തായേ പറ്റുള്ളൂ? ബൗണ്ടർ ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എവരി കോമ്പാക്ട് ഓപ്പറേറ്റർ ഈസ് ബൗണ്ടഡ്. അതായത് എല്ലാ കോമ്പാക്ട് ഓപ്പറേറ്ററും കണ്ടിന്യൂസ് ആണ്. എല്ലാ കണ്ടിന്യൂസ് ഓപ്പറേറ്ററും കോമ്പാക്റ്റ് എല്ലാം നമ്മൾ കാണിക്കും. എക്സാമ്പിളായി വരാൻ പോണത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിനകത്തുള്ള ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു വയ്ക്കണം എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ കോമ്പാക്റ്റ് ഓപ്പറേറ്ററും കണ്ടിന്യൂസ് ആണ്. എല്ലാ കണ്ടിന്യൂസ് ഓപ്പറേറ്ററും കോമ്പാക്റ്റ് ആവണമെന്നില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഓപ്പറേറ്ററിനകത്തുള്ള ഐഡൻറ്റിറ്റി മാപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. പറയും ഇതിൻ്റെ അങ്ങനെ സ്റ്റേജ് വരുമ്പോൾ അതിനനുസരിച്ച് പറയും. ഓക്കെ, മനസ്സിൽ വയ്ക്കുക എന്തായാലും. പക്ഷേ കോമ്പാക്ട് സെറ്റ്സ് എ സെറ്റ് കെ കണ്ടെയ്നോടുള്ള ഈ കേസുകളുടെ കോമ്പാക്ട് സെറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഇസ് എക്സ് എലമെൻറ്റ് ഓഫ് കെ സെറ്റ് ദാറ്റ് for x element of k and a subsequent xni of xn xni converges to x. എന്താണ് കോമ്പാക്ട് സെറ്റിൻ്റെ ഡെഫിനിഷൻ? നമ്മൾ പല ഡെഫിനിഷൻസ് ടോപ്പോളജിയിൽ പഠിച്ചിട്ടുണ്ട്. മെട്രിക് സ്പേസിനകത്തുള്ള പർട്ടിക്കുലർ കോമ്പാക്ട് സെറ്റിനകത്ത് പർട്ടിക്കുലർ ഡെഫിനിഷൻ സീക്വൻസിൻ്റെ ബന്ധപ്പെട്ടുള്ള ഡെഫിനിഷനാണ് ഈ പറയുന്നത്. ഒരു സെറ്റ് കോമ്പാക്റ്റ് ആയി വരണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എലമെൻറ്റ് ഓഫ് കെ ദർ എക്സ് ആൻ എക്സ് എലമെൻറ്റ് ഓഫ് കെ ആൻഡ് എ സബ്സീക്വൻസ് XNA ഓഫ് XNA കൺവേർജസ് ടു എക്സ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഏത് സീക്വൻസ് എടുത്താലും ആ സീക്വൻസിന് ഒരു സബ് സീക്വൻസ് ഉണ്ടാകുമ്പോൾ കൺവേർജ് ചെയ്യുന്ന രീതിയിലാണ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് കേസ് റിലേറ്റീവ്ലി കോമ്പാക്ട് ഇഫ് എവറി സീക്വൻസ് എക്സ് എൻ കെ ഹാസ് എ Cauchy subsequence XNI. If X is a complete and K is relatively compact, closure K closure is compact. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.